നമസ്കാരം. IPL-ന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ വഴി പൂർണ്ണമായും അടങ്ങി കഴിഞ്ഞതോടെ ഇനി അടുത്ത എഡിഷനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങാം. പുതിയ ലുക്കിൽ രാഹുൽ ദ്രാവിഡ് എന്ന കോച്ചിന് കീഴിൽ വലിയ പ്രതീക്ഷകളോടെയാണ് റോയൽസ് ഇത്തവണ ഇറങ്ങിയത്. പക്ഷേ 3 മത്സരം ബാക്കി നിൽക്കെ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായും അടങ്ങിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന കളിയിലേറ്റ 100 റൺസിന്റെ വൻ തോൽവിയാണ് പ്ലേ ഓഫിലേക്കുള്ള റോയൽസിന്റെ വഴി അടച്ചത്. ഈ സീസണിൽ കളിച്ച 11 മത്സരങ്ങളിൽ വെറും 3 എണ്ണത്തിൽ മാത്രമേ റോയൽസിന് ജയിക്കാനായുള്ളൂ. ഇനി ബാക്കിയുള്ള 3 മത്സരങ്ങളും ജയിച്ച് മാനം കാക്കാനായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം. അടുത്ത വർഷത്തെ IPL-ന് മുൻപ് മിനി താരലേലം നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് വലിയൊരു അഴിച്ചുപണി തന്നെ റോയൽസ് ടീമിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിന് കാരണം റോയൽസ് ടീമിൽ ഇനി സഞ്ജുവിൻ്റെ നിലനിൽപ്പ് പ്രശ്നം തന്നെയായി മാറിയിരിക്കുകയാണ്. സഞ്ജുവിന് വേണ്ട വിധം ഒരു സ്വാധീനം ഇപ്പോൾ ഇല്ല എന്നത് കഴിഞ്ഞ മത്സരത്തിനിടയിലെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാണ്. ദ്രാവിഡ് കോച്ചായി എത്തിയതോടെ ടീമിന്റെ പൂർണ്ണ നിയന്ത്രണവും ദ്രാവിഡ് ഏറ്റെടുക്കുകയായിരുന്നു. ദ്രാവിഡിന്റെ തീരുമാനങ്ങളായിരുന്നു സ്റ്റാർ ബാറ്ററായ ജോസ് ബട്ട്ലറെ ഒഴിവാക്കുകയും അതുപോലെ റിയാൻ പരാഗിനെയും ഹെഡ്മേയറിനെയും അടക്കമുള്ള വമ്പൻ താരങ്ങളെ നിലനിർത്തുകയും അതുവഴി രാജസ്ഥാന്റെ സ്വാധീനം എടുത്തു കാണിക്കുകയും ചെയ്തതെല്ലാം ദ്രാവിഡിന്റെ മണ്ടം തീരുമാനങ്ങളാണ്. ഇതിൽ സഞ്ജുവിന് പങ്കില്ല എന്ന് പലതവണ റിപ്പോർട്ടുകളായി നമ്മളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. തൻ്റെ വാക്ക് കേൾക്കാതെ റോയൽസ് ടീമിൻ്റെ സ്പന്ദനം അറിയാവുന്ന സഞ്ജുവിൻ്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കാതെ പോയതാണ് രാജസ്ഥാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് സഞ്ജു എന്തായാലും പൂർണ്ണമായും ഇറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. രാജസ്ഥാൻ ടീമിൻ്റെ ഇനി ഭാഗമാകാതിരിക്കാനായിരിക്കും സഞ്ജു ശ്രമിക്കുക. നിലവിൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂരിഭാഗം പേരും 2026 സ്ഥാനം അർഹിക്കുന്നവരുമല്ല. അടുത്ത സീസണിലും റോയൽസിൻ്റെ പിങ്ക് കുപ്പായത്തിൽ സ്ഥാനം അർഹിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. രാജസ്ഥാൻ റോയൽസിൻ്റെ നിലവിലെ സ്ക്വാഡിൽ 19 പേരാണുള്ളത്. ഇതിൽ 13 പേരും യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെടേണ്ടവരാണ്. 6 പേർ മാത്രമേ അടുത്ത സീസണിലും റോയൽസിൽ സ്ഥാനം അർഹിക്കുന്നുള്ളൂ. ഇതിൽ ആദ്യത്തെ ആൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ്. ഇതിനുശേഷം രണ്ടാമതായി ടീമിൽ തുടരേണ്ടയാൾ ബാറ്റിംഗ് സെൻസേഷനും ഓപ്പണറുമായ യശസ്വി ജയ്സ്വാളാണ്. മൂന്നാമതായി നിലനിർത്തപ്പെടേണ്ടയാൾ യുവതാരവും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗും. അതിനുശേഷം 4-മനായി വേണ്ടത് ഭാവി സൂപ്പർ താരമായി മാറാനിടയുള്ള വൈഭവ് സൂര്യവംശിയുമാണ്. ശേഷിച്ച 2 പേർ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളർ ജോഫ്രെ ആർച്ചർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂട്ടായി അൺക്യാപ്ഡ് ഇന്ത്യൻ പേസറായ ആകാശ് മധുവാളുമാണ് സ്ഥാനം അർഹിക്കുന്നവർ. രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത കുറച്ച് സീസണുകളിലേക്കുള്ള കോർ ഗ്രൂപ്പായി മാറേണ്ടത് ഈ 6 പേരാണ്. പക്ഷേ ഇതിൽ സഞ്ജു സാംസൺ എന്തായാലും നിലനിൽക്കാൻ സാധ്യതയില്ല. റോയൽസിന് ഏറ്റവും അധികം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് സഞ്ജു സാംസൺ. കാരണം സഞ്ജു കഴിഞ്ഞ സീസണുകളിൽ നായകസ്ഥാനത്ത് നിന്ന് അത്രയും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇത്തവണയും ജയിക്കാനുള്ള ഒരു മത്സരം അടക്കം സഞ്ജുവിന് പകുതി വെച്ച് നിർത്തേണ്ടി വന്നിരുന്നു. സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു മത്സരം ജയിച്ചേനെ. എന്തായാലും സഞ്ജു പരിക്കേറ്റ് പോയ ആ മത്സരത്തിൽ രാജസ്ഥാന് തോൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നിലനിർത്തേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് ആവശ്യമാണ്. പക്ഷേ രാജസ്ഥാന് അതേപോലെ തന്നെയാണ് പ്രാധാന്യം റിയാൻ പരാഗിനെ നിലനിർത്തണമെന്നത്. റിയാൻ പരാഗിനെ ക്യാപ്റ്റൻസി കൊടുത്ത് കുറച്ചുകൂടി സഞ്ജുവിനേക്കാൾ മുകളിലൊരു സ്ഥാനം കൊടുക്കണമെന്നാണ് രാജസ്ഥാൻ ആഗ്രഹിക്കുന്നത്. ഇത് സഞ്ജു യഥാർത്ഥത്തിൽ അർഹിക്കുന്നില്ല. സഞ്ജുവിന് അതിനേക്കാൾ അർഹതപ്പെട്ടത് മറ്റ് ടീമുകളിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് സഞ്ജുവിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു ഈ ഒരു ടീം വിട്ട് പോയാലും അത്ഭുതപ്പെടാൻ ഇല്ല. എന്തായാലും ദ്രാവിഡിന് കീഴിൽ റോയൽസിന് അത്രയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുമോ എന്ന് പറയാൻ കഴിയില്ല. ദ്രാവിഡ് ഒരു T20 സ്പെഷ്യലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യ ജയിച്ചു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്ര നല്ലൊരു ട്രാക്ക് റെക്കോർഡല്ല ദ്രാവിഡിന് T20 കരിയർ കോച്ചായി ഉള്ളത്. അതുകൊണ്ട് തന്നെ മുൻ കോച്ചായ കുമാർ സംഗക്കാരെ അടക്കം നടത്തിയ റോയൽസ് വരുത്തിയ മാറ്റങ്ങളൊന്നും ഇമ്പാക്റ്റ് ഒന്നും ദ്രാവിഡിന് നടത്താൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. 2027 ഒരു മേഘാലയ ഇനി വരികയാണെങ്കിൽ പോലും സഞ്ജുവിനെ അടക്കം നിലനിർത്താനേ റോയൽസ് ശ്രമിക്കുകയുള്ളൂ. ബാക്കിയുള്ള പൊസിഷനുകളിലേക്ക് ആവശ്യമായ താരങ്ങളെയാണ് ഇനിയുള്ള ലേലങ്ങളിൽ അവർ നോട്ടമിടേണ്ടത്. റോയൽസിനെ സംബന്ധിച്ച് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്തയാളാണ് സഞ്ജു എന്ന് നിസ്സംശയം പറയാം. 2019 മുതൽ ടീമിൻ്റെ ഭാഗമായ അദ്ദേഹം ഇപ്പോൾ ശരിക്കും റോയൽസ് കുടുംബത്തിലെ അംഗം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ബാറ്റിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയിലും ടീമിന് മുന്നിൽ നിന്ന് കഴിക്കാൻ ഇപ്പോൾ സഞ്ജുവിനെ കൂടാതെ മറ്റാർക്കും കഴിയില്ല എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ സഞ്ജുവോ പരാഗോ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ ആരാധകരിൽ 90% പേരും കണ്ണും പൂട്ടി പറയും അത് സഞ്ജു മതി എന്ന്. ദീർഘകാലമായ റോയൽസിന്റെ ഭാഗമായതിനാൽ തന്നെ അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചെല്ലാം സഞ്ജുവിന് കൃത്യമായ ധാരണയുമുണ്ട്. അത് അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ദ്രാവിഡ് ഇപ്പോൾ കോച്ചായി നിൽക്കുന്നതാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നല്ല പ്രതാപമൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും രാഹുൽ നടത്തുന്ന ശൈലി ഈ പിന്തുടരുന്ന ഒരു ശൈലി റോയൽസിന് ഒട്ടും തന്നെ അഭികാമ്യമല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു.